വയനാട് ഉരുൾപൊട്ടൽ ബാങ്ക് സമിതി യോഗത്തിന് ശേഷം SLBC പ്രതിനിധികൾ ഇപ്പോൾ പ്രതികരിക്കുകയാണ്. തത്സമയം വെച്ച് അത് വേവ് ചെയ്യാൻ തീരുമാനിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം. കാരണം ഫുള്ള് വേവ് ചെയ്യാൻ പറയാൻ SLBCക്ക് അധികാരമില്ല. അതായത് ബോർഡാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ മാപ്പ് ചെയ്യണം. എത്ര പേരാണ് മരിച്ചിട്ടുള്ളത്, അത് മുഴുവൻ പൂർത്തിയായിട്ടില്ല. അപ്പോൾ അത് ഈ ഒരു ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ അത് നമ്മൾ ബാങ്കുകളും കണക്കെടുത്ത്, അത് വയനാട് ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതായത് ബാങ്കുകൾക്ക് കൊടുത്ത് അവർക്ക് അവരുടെ ബോർഡിൽ, അവരുടെ ഹെഡ് ഓഫീസിലേക്ക് അല്ലെങ്കിൽ കൺട്രോളിംഗ് ഓഫീസിലേക്ക് അയച്ച് അവരുടെ ബോർഡിൽ പ്രസൻറ്റ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് തന്നെ പിന്നെ ഒരു ഇത് റെക്കമെൻഡ് ചെയ്ത് അത് വേവ് ചെയ്യിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യണം എന്ന് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. വേവ് ചെയ്യാനുള്ള അധികാരം വീണ്ടും ഞാൻ പറയുകയാണ്, വേവ് ചെയ്യാനുള്ള അധികാരം SLBCക്ക് ഇല്ല. അതായത് ബാങ്കിന്റെ ബോർഡിനാണുള്ളത്. CMന്റെ നിർദ്ദേശം പൂർണ്ണമായിട്ടും റൈറ്റ് ഓഫ് ചെയ്യണമെന്നായിരുന്നു. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ അവരെടുത്ത് ഇതിപ്പോ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ മരിച്ചവരും, പൂർണ്ണമായിട്ട് മരിച്ചവരും, ഈ ബ്രെഡ് വിന്നർ മരിച്ചവരും, കുടുംബനാഥൻ മരിച്ച അല്ലെങ്കിൽ വേറെ വരുമാനം ഇല്ലാത്ത കേസസ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം മൊറട്ടോറിയം, അത് നമുക്ക് തീരുമാനിക്കാം. മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. അതായത് 50% മുകളിൽ ക്രോപ്പ് ലോസ് ഉള്ള കേസും പിന്നെ MSME ലോൺസിനും മൊറട്ടോറിയം നമ്മൾ പ്രഖ്യാപിച്ചു. അത് 1 വർഷത്തെ മൊറട്ടോറിയം, ടോട്ടൽ 5 വർഷം, അതിൽ 1 വർഷം മൊറട്ടോറിയം. അതാണ് വേറൊരു തീരുമാനം. ഇവർക്ക് എല്ലാവർക്കും തന്നെ ഫ്രഷ് ലോൺസ്, കൺസംഷൻ ലോൺസ് 10,000 ആണ് റിസർവ് ബാങ്ക് നിഷ്കർഷിക്കുന്നത്. 25,000 എങ്കിലും മിനിമം കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം എല്ലാ ബാങ്കും കൊടുക്കുകയുണ്ടായി. ഈ പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ചില കേസസിൽ നമ്മളിപ്പം ഉദാഹരണത്തിന് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം മുഴുവനായിട്ട് പോയി, അത് കൃഷിയോഗ്യമല്ലാതെയായി. അങ്ങനെയുള്ള കേസും ഈ പറയുന്ന അതായത് ബാങ്കിന്റെ ബോർഡിൽ വെച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി, അത് നിർദ്ദേശമാണ്, അത് നമ്മുടെ ഇതല്ല, ഇൻസ്ട്രക്ഷൻസ് അല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിംസ്, ഒരുപാട് ഇൻഷുറൻസ് ക്ലെയിം ഉണ്ട്. പ്രധാനമായിട്ടും PMJJBY SBY എന്ന് പറയുന്ന 2 പദ്ധതിയുണ്ട്. അതിൽ ഇതുവരെ ഒരു ക്ലെയിം സെറ്റിൽ ചെയ്തു. കേരള ബാങ്കും നാഷണൽ ഇൻഷുറൻസ് ആണ് അതിൻ്റെ ഏജൻസി, ചെയ്തു. 36ഓളം അപേക്ഷകർ വന്നിട്ടുണ്ട്, അപേക്ഷകൾ കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ ഇൻഷുറൻസ് എത്രയും പെട്ടെന്ന് ക്ലെയിം ചെയ്യണം എന്ന് തീരുമാനിച്ചു. അത് അവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് ഈ വ്യക്തികളുടെ കയ്യിൽ ചിലപ്പോൾ KYC ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ അതിന് അവർക്ക് ഈ പറയുന്ന ബാങ്കുകളുടെ കയ്യിൽ ഇതിൻ്റെ കോപ്പി ഉണ്ടാവും, അത് കൊടുക്കണം. അതിനുള്ളൊരു ഒരു കോർഡിനേഷൻ എഫർട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞ് നമ്മൾ ബാങ്കുകളും ഇൻഷുറൻസും കൂടി ഒരു രണ്ടുപേർക്കും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില ഇന്നലെയൊക്കെ ന്യൂസിലും പത്രത്തിലൊക്കെ വന്ന പോലെ EMI ഡിഡക്റ്റ് ചെയ്തു എന്നുള്ളൊരു ഒരു വാർത്ത ഉണ്ടായിരുന്നു. കേരള ഗ്രാമീൺ ബാങ്കിലാണ് 3 കേസ് അങ്ങനെ വന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ തിരിച്ചു കൊടുത്തു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചത്. ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിലെ ഈ പറയുന്ന ചില വാർഡുകൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ മാറ്റണമെങ്കിലും ഓരോന്നായിട്ട് നമ്മൾ പോയി മാറ്റണം. അത് ബാങ്ക് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിന് ഏതാണ്ട് ഒരു 246ഓളം മൊത്തം ഈ ഗവൺമെന്റിന്റെ ഇത് കിട്ടിയ തുക കിട്ടിയതിൽ 137ഓളം കേരള ഗ്രാമീൺ ബാങ്കാണ്. അതിൽ 3 കേസാണ് ഇങ്ങനെ വന്നത്. അത് ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്, നിർഭാഗ്യവശാൽ വന്നുപോയി. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ, കാരണം ഇന്നലെ തന്നെ വീണ്ടും ഏഷ്യാനെറ്റ് ന്യൂസിൽ ലൈവത്തോണിൽ പറഞ്ഞതിന് പ്രകാരം വീണ്ടും ഞാനത് അന്വേഷിച്ചു. എന്നിട്ട് ഞാനവിടെ അവരുടെ കേരള ഗ്രാമീൺ ബാങ്കിൽ പറഞ്ഞു, ഇന്ന് രാവിലെ 10:30 SLBC തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അത് ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ക്രെഡിറ്റും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മീറ്റിംഗിന്റെ തീരുമാനം. റൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഏകദേശം എത്ര എമൗണ്ട് വരും? അങ്ങനെ ഒരു കണക്കെടുത്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കണക്ക് മൊത്തമായിട്ട് 35 കോടിയാണ് ഈ 3 വാർഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. മൊത്തം ലോൺസ് കൊടുത്തിട്ടുള്ളത് എല്ലാ ബാങ്കുകളും കൂടി 35 കോടിയോളമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഉദാഹരണത്തിന് ഹൗസിംഗ് ലോണൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഹൗസിംഗ് ലോണിന്റെ ഇൻഷുറൻസ് കവറേജ് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഹൗസിംഗ് ലോൺ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൗസിംഗ് ലോണിന്റെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. അതുപോലെ വെഹിക്കിൾ ലോൺ എടുക്കുകയാണെങ്കിൽ വെഹിക്കിൾ ലോൺ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ബൈഫർക്കേറ്റ് ചെയ്ത് നമുക്കില്ല. മൊത്തം 35 കോടിയാണ് മൊത്തം വായ്പയുള്ളത്. അപ്പോൾ അതിൽ എത്ര ഞാൻ പറഞ്ഞില്ല, ഈ മാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത് ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ മാപ്പ് ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് LDM ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ വയനാടിന്. അപ്പം അതിനുള്ളിൽ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും എത്ര പേരാണ് സിവിയർലി അഫക്റ്റഡ്,
എത്ര പേർക്ക് വലിയ ഒരു ദുരിതം സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലല്ല വെള്ളിയാഴ്ചക്കുള്ളിൽ നിന്ന് മാപ്പിംഗ് ആണ് ബോർഡ്. അതിന് ബോർഡിന്റെ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരു വർഷത്തേക്ക് നമ്മൾ അടവ് വരില്ല. മൊറട്ടോറിയം അത് RBIയുടെ ഗൈഡ് ലൈൻ ആണ്. അതായത് നമ്മുടെ ക്രോപ്പ് ലോസ് 50% കൂടുതലാണെങ്കിൽ 5 വർഷം ടൈം കൊടുക്കാം. അതിൽ ആദ്യത്തെ വർഷം മൊറട്ടോറിയത്തിൽ പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷം മുതൽ അടയ്ക്കണം. അതാണ് മൊറട്ടോറിയം. കൃഷിക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കൃഷിക്കും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പം MSMEക്ക് കൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ലോണുകൾ അതായത് ബോർഡ് തന്നെ തീരുമാനിക്കും. അത് അവർ സംസ്ഥാന ബാങ്കേഴ്സ് സമിതി യോഗം ചേർന്ന ശേഷം വ്യക്തമാക്കുകയായിരുന്നു തീരുമാനങ്ങൾ. മൊറട്ടോറിയം, 1 വർഷത്തേക്കുള്ള മൊറട്ടോറിയം വയനാട് ദുരന്ത മേഖലയിലുള്ളവർക്ക് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ ബാങ്കുകളുടെ ബോർഡ് ഈ എത്രത്തോളം ദുരന്തബാധിതരുണ്ട് എന്ന കണക്ക് എടുക്കും. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള ആലോചനകൾ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 1 വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്.